സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള ഭാഷയ്ക്ക് ഒരു പിതാവുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എന്നാൽ ചേർത്തലയിലെ വൈദ്യനായിരുന്ന ഇട്ടി അച്യുതനും മലയാള ഭാഷയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. മലയാള ഭാഷയെ, അതിൻ്റെ ലിപിയെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തത് ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്സ് എന്ന പ്രാചീനമായ ബൃഹത് ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലാണ് ആദ്യമായി മലയാള ലിപി അച്ചടിച്ചു വന്നത്. ആ ഗ്രന്ഥത്തിന് പിന്നിലെ ചാലകശക്തി ഇട്ടി അച്യുതനായിരുന്നു. നമ്മുടെ നാട്ടിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇത് ലോകത്തിന് മുമ്പിൽ പകർന്നു നൽകിയ ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്സ്. ഇട്ടി അച്യുതനെക്കുറിച്ചും ഹോർത്തൂസ് മലബാറിക്സിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ അറിയാം. പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ പ്രശസ്ത വൈദ്യനെ തേടി ഒരാളെത്തി. വെറുതെ ഒരാളല്ല, കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പുസ്തകം എഴുതാൻ സഹായം തേടിയാണ് വാൻ റീഡ് എത്തിയത്. ഈ ഗ്രന്ഥം എഴുതാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ് എന്ന് പറയുന്ന അദ്ദേഹം ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം കൊച്ചി ആക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ അന്ന് ഡച്ചിൻ്റെ ഒരു കോളനി ശ്രീലങ്കയിലും അല്ലെങ്കിൽ അന്നത്തെ സിലോണിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗവർണറായിരുന്ന വാൻ ഗോയൽ ആസ്ഥാനം, ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം അത് സിലോണിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രന്ഥ നിർമ്മിതിയിലേക്ക് അന്നത്തെ കൊച്ചിയിലെ ഡച്ച് ഗവർണർ ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ് ഇവിടുത്തെ സസ്യജാലങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതിയാൽ കൊച്ചിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങളും ഔഷധ സസ്യങ്ങളും കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയാണ് അവർ വാൻ റീഡ് തുടങ്ങി വെച്ചത്. സൈനികനായി ചേർന്ന് പടിപടിയായി ഉയർന്ന വ്യക്തിയായിരുന്നു ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ്. കേരളത്തിലെ സസ്യജാലത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായാൽ ഈ പ്രദേശത്തിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ ഡച്ചുകാർക്ക് സാധിക്കും. അമൂല്യമായ ഔഷധ സസ്യങ്ങളുടെ സഞ്ചയം ഈ മേഖലയിലുണ്ടെന്ന് വാൻ റീഡിന് മനസ്സിലായി. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പഠിക്കാനും അതൊരു പുസ്തകമാക്കി രേഖപ്പെടുത്താനും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനും വാൻ റീഡ് തീരുമാനിച്ചു. പണ്ട് കാലത്ത് യൂറോപ്പിലൊക്കെ കൊണ്ടുപോയി വിറ്റിരുന്ന ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഔഷധങ്ങളെന്ന് പറയുന്നത് അറബികൾ അവിടെ കൊണ്ട് വിൽക്കുന്ന മരുന്നുകളായിരുന്നു. അപ്പോൾ വാൻ റീഡ് കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്, അറബികൾ കൊണ്ട് വിൽക്കുന്ന ഔഷധങ്ങൾ അത് ഈ മലബാറിൽ നിന്നും കൊണ്ടുപോയ ഔഷധങ്ങളായിരുന്നു. അവർ അറബി ഔഷധങ്ങളെന്നുള്ള രീതിയിൽ യൂറോപ്പിലേക്ക് വിറ്റിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ വില അല്ലെങ്കിൽ കോസ്റ്റ്, അത് വളരെയധികം കൊടുക്കേണ്ടി വന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ പലതിൻ്റെയും ഔഷധ ഗുണങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാൽ ഈ മേഖലയിൽ വിദഗ്ധനല്ലാത്ത ഒരാൾക്ക്, പ്രത്യേകിച്ച് വിദേശിയായ ഒരാൾക്ക് സമഗ്രമായ സസ്യശാസ്ത്ര ഗ്രന്ഥം തയ്യാറാക്കുക എന്നത് ഒട്ടും ലളിതമായ കാര്യമായിരുന്നില്ല. പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് സസ്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പുള്ളി അത് പ്രത്യേകം ബുക്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ സസ്യങ്ങളെക്കുറിച്ചോ ഔഷധങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ജൈവ വൈവിധ്യം, പ്രത്യേകിച്ച് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെയും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെയും വൈവിധ്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അതിൽ താല്പര്യം തോന്നുകയും ഇത്തരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി വളരെയധികം, സസ്യ സമ്പത്ത് വളരെയധികം എന്താ പറയുക, അവർക്ക് അതിനെ ചൂഷണം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ എന്താ പറയുക പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ബുക്ക് നിർമ്മിതിയിലേക്ക് പോകുന്നത്. അതിനാൽ സസ്യശാസ്ത്രത്തിലും വൈദ്യത്തിലും വിദഗ്ധനെന്ന് പേരെടുത്ത
ഫാദർ മാത്യു ഓഫ് സെൻറ് ജോസഫ് എന്ന ഇറ്റലിക്കാരൻ വൈദികൻ്റെ സഹായം വാൻ റീഡ് തേടി. ഫാദർ മത്തേവൂസ് എന്ന് പറയുന്ന ഒരു ആളെയാണ് സമീപിച്ചത്. അദ്ദേഹവും ഇതുപോലെ തന്നെ ഇവിടുത്തെ സസ്യജാലങ്ങളിൽ, പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളിൽ താല്പര്യമുള്ള ആളായിരുന്നു. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ വാൻ റീഡിൻ്റെ വേറൊരു അയാളുടെ പുസ്തകത്തിൽ അയാളുടെ മുഖവരിയിൽ പറയുന്നുണ്ട്, അയാളുടെ ഇത് സൈന്യത്തിലുണ്ടായിരുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർ അവർക്ക് സസ്യങ്ങൾ ഈ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അവർ സ്വയം ചികിത്സിക്കുന്നതായിട്ട് പുള്ളി കണ്ടെത്തി. പലർക്കും പല ഔഷധങ്ങളെക്കുറിച്ചും ഉള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തുതയായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഈ ഫാദർ മത്തേവൂസ് എന്ന് പറയുന്ന അയാളുടെ ഒരു ഈ അറിവും ഈ പുസ്തക രചനയിൽ ഗുണപ്പെടുമെന്നുള്ള രീതിയിലായിരുന്നു പുള്ളി വിശ്വാസം അർപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ആദ്യം ഇത് തുടങ്ങി വെച്ചത്. ഈ ഹോർത്തൂസ് മലബാറിക്കസ്, ഹോർത്തൂസ് ഇൻഡിക്യൂസ് മലബാറിക്യൂസ് എന്നാണ് എൻ്റെ മുഴുവൻ പേര്. അപ്പോൾ മലബാറിലെ സസ്യജാലങ്ങൾ അല്ലെങ്കിൽ ഔഷധ സസ്യജാലങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം, അല്ലെങ്കിൽ മലബാറിലെ ഔഷധ സസ്യങ്ങൾ എന്നാണ് നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. 1674 തുടങ്ങിയ ഹോർത്തൂസ് പുസ്തകരചനയിൽ ആ വൈദികനെ സഹായിക്കാൻ രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, അപ്പുഭട്ട് എന്നീ കൊങ്ങിണി ബ്രാഹ്മണരെ വാൻ റീഡ് നിയോഗിച്ചു. ഇത് നമ്മുടെ ഇറ്റേഷ്യൻ വൈദ്യരെ സമീപിക്കുകയും അദ്ദേഹത്തെ മുഖ്യ രചയിതാവ് അല്ലെങ്കിൽ മുഖ്യ കോൺട്രിബ്യൂട്ടറായിട്ട് ഇതിലേക്ക് നിയോഗിക്കുകയും ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 കൊങ്കിണി ബ്രാഹ്മിൻസിനെ വീണ്ടും കൂട്ടുന്നുണ്ട്. അപ്പോൾ കൊങ്കിണി ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് ഗോവയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർക്ക് മലബാറിലുള്ള ഔഷധങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിവരണം ഇല്ല. അത് ഒരു ബ്രിട്ടീഷ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്റോറിയനായിട്ടുള്ള റിച്ചാർഡ് ഗ്രോവ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, പ്രൊഫസറുണ്ട്. അദ്ദേഹം സസെക്സ് യൂണിവേഴ്സിറ്റിയിലെ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയുടെ പ്രൊഫസറായിരുന്നു. അതേപോലെ തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു അതിനുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കുകളിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലും ലേഖനങ്ങളിലും റിസർച്ച് പേപ്പേഴ്സിലും പറയുന്നുണ്ട്, ഇതൊരു പ്രത്യേക സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് ഈഴവ സമുദായം കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഔഷധ രീതികളാണ് ഇതിൽ പറയുന്നതെന്നുള്ളത് ഇതിൽ അടിവരയിട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ക്ലാരിഫിക്കേഷൻ മുഴുവനും കിട്ടിയിരിക്കുന്നത് ഇറ്റിയച്ചൻ വൈദ്യരുടെ കയ്യിൽ നിന്നാണ്. പുസ്തകരചന പ്രാരംഭഘട്ടം പിന്നിട്ടു. വാൻ റീഡ് പലരുമായി നടത്തിയ ചർച്ചകളിൽ ഇറ്റലിക്കാരനായ വൈദികന് ഇക്കാര്യത്തിൽ വലിയ ധാരണയില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല ഫാദർ മാത്യു തയ്യാറാക്കുന്ന സസ്യചിത്രങ്ങളും അത്ര പോരാ. ആ സമയത്ത് കൊച്ചി സന്ദർശിച്ച പ്രശസ്ത ഡച്ച് സസ്യശാസ്ത്രജ്ഞൻ ഹോൾ ഹെർമാൻ ഉപദേശിച്ച പ്രകാരം അതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയ ഹോർത്തൂസ് രചനാ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ വാൻ റീഡ് തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ വൈദ്യൻ ഇട്ടി അച്യുതനെയാണ് വാൻ റീഡ് പുസ്തകരചനയിൽ മുഖ്യ സഹായിയായി നിയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു രീതി പോയി കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ ശാസ്ത്രലോകം അതിന് വില കൽപ്പിക്കില്ല. മാത്രമല്ല അതിനകത്തുള്ള കാണിച്ചിരുന്ന ചിത്രങ്ങളെന്നൊക്കെ പറയുന്നത് സസ്യങ്ങളുടെ മാത്രമല്ല, ഓർമ്മയിൽ നിന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളായിരുന്നു. ഈ ഫാദർ മത്തേവൂസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം മാത്യൂസ് എന്ന് പറയുന്ന ആൾ വരയ്ക്കുന്നത് ഓർമ്മയിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ പാമ്പൊക്കെ കയറി ഉള്ള രീതിയിലൊക്കെയാണ് പുള്ളി വരച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിനൊരു ആധികാരികത കുറവാണെന്നുള്ളത് പുള്ളി മനസ്സിലാക്കി. അപ്പോൾ പോൾ ഹെർമൻ പറഞ്ഞു, ഈ ഒരു ബുക്കുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ ശാസ്ത്രലോകം വില കൽപ്പിക്കില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചിട്ട് പുതിയ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ഒരു മാർഗം പുള്ളി പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ല അന്നത്തെ മലബാറിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഇത് ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്, നാട്ടു ചികിത്സകരായിട്ടുള്ള വൈദ്യന്മാരുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഈ ഗ്രന്ഥം പുനർനിർമ്മിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാടുവാഴികളുടെ സഹായത്തോടെ വാൻ റീഡ് സസ്യങ്ങൾ ശേഖരിച്ചു. വൈജ്ഞാനിക മേഖലയിലെ വരേണ്യ ഭാഷയായ ലാറ്റിനിൽ തന്നെ വേണം ഗ്രന്ഥമെന്ന കാര്യത്തിൽ തീരുമാനമായി. വൈദ്യനാണ് അത് എഴുതിയുണ്ടാക്കിയത്. പിന്നെയുള്ളവർ അതിൻ്റെ മോഡിഫിക്കേഷൻ മാത്രം ചെയ്തെന്നാണുള്ളത്. അത് ലാറ്റിൻ ഭാഷയിൽ എഴുതി ലാറ്റിൻ ഭാഷയിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മുടെ ഇവിടെയുള്ള മണ്ഡാൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആംസ്റ്റർഡാമിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോയി കഴിഞ്ഞപ്പോഴാണ് അവരിത് കൊണ്ടുവന്നിട്ട് ഈ പുസ്തകം മേടിച്ചിട്ട് പോകുന്നു. അവിടുന്ന് ആംസ്റ്റർഡാമിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് അത് നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് മാറ്റുകയും നമുക്കൊരു നല്ലൊരു ഗ്രന്ഥശേഖരമായിട്ട് തന്നെ. സസ്യവിവരങ്ങളും ഔഷധ ഗുണങ്ങളും ഇട്ടി അച്യുതൻ പറഞ്ഞു കൊടുക്കുന്നത് മലയാളത്തിൽ നിന്ന് പോർച്ചുഗീസിലേക്കും, പോർച്ചുഗീസിൽ നിന്ന് ഡച്ചിലേക്കും, ഡച്ചിൽ നിന്ന് ലാറ്റിനിലേക്കും പരിഭാഷപ്പെടുത്താൻ
വിദഗ്ധരെ നിയോഗിച്ചു. അത് അദ്ദേഹത്തിൻ്റെ 2 സാക്ഷ്യപത്രങ്ങളിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ അന്ന് കരപ്പുറം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കരപ്പുറം കൊടകരപ്പള്ളീസ് എന്നുള്ള സ്ഥലത്തുള്ള കൊല്ലാട്ട് വൈദ്യൻ എന്ന് പറയുന്ന ആളാണ് ഞാനെന്നും, അത് എൻ്റെ അച്ഛനും മുത്തശ്ശനും മുതുമുത്തശ്ശന്മാരും ഈ വൈദ്യ പാരമ്പര്യമുള്ള ആൾക്കാരാണെന്നുള്ളതും ഞങ്ങളുടെ കയ്യിലൊരു പ്രത്യേക ഗ്രന്ഥമുണ്ടെന്നുള്ളതും അതിന് ചുൾക്കെട്ട് പുസ്തകം എന്നാണ് പുള്ളി പറയുന്നത്, പേര് കേട്ടൊരു പുസ്തകം. അത് ദ്വിഭാഷിയായിരുന്ന ഇമ്മാനുവൽ കർണേരു എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസുകാരന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലാറ്റിനിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കൂസിൽ 742 അധ്യായങ്ങളിലായി കേരളത്തിൽ വളരുന്ന 679 വ്യത്യസ്ത സസ്യ ഇനങ്ങളുടെ ചിത്രങ്ങളും വിവരണങ്ങളുമാണുള്ളത്. ഓരോ ചെടിയുടെയും സസ്യശാസ്ത്രപരമായ വിശേഷങ്ങളും സാമ്പത്തിക വശങ്ങളും ഔഷധ ഗുണങ്ങളുമെല്ലാം ഹോർത്തൂസിൽ വിവരിച്ചിരിക്കുന്നു. പൂവ്, കായ്, അതേപോലെ തന്നെ വേര്, ഇലകൾ, അതിൻ്റെ മൊത്തം ചിത്രം, ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ നമ്മൾ ഇന്ന് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരെ കൃത്യതയോടു കൂടിയാണ് ഈ ഒരു ഈ ഗ്രന്ഥസമുച്ചയത്തിൽ അന്നത്തെ ഈ ഇതിൽ വിവരിച്ചിരിക്കുന്ന സസ്യങ്ങളിലെ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ലോകത്തിന് മുഴുവനും മാതൃകയായിട്ട് മാറിയെന്ന് 1678 മുതൽ 1693 വരെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും 12 വാല്യങ്ങളിലായി ഹോർത്തൂസ് മലബാറിക്കൂസ് അഥവാ മലബാറിൻ്റെ ഉദ്യാനം പുറത്തിറങ്ങി. ഇതിൽ ആദ്യത്തെ വോളിയം ഇറങ്ങുന്നത് 1674 അവസാനത്തെ 12ാമത്തെ വോളിയം ഇറങ്ങുന്നത് 1694 ഏകദേശം 30 വർഷത്തോളം ഈ ഒരു ബുക്ക്, ഈ ഒരു എന്താ പറയുക ബൃഹത്തായ ഗ്രന്ഥസമുച്ചയം എഴുതി തീർക്കാൻ വേണ്ടി എടുത്തു. മലയാള ലിപികൾ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഈ ഗ്രന്ഥത്തിലാണ്. ഹോർത്തൂസിൽ അച്ചുവാർത്തല്ല മലയാള ലിപി അച്ചടിച്ചത്, ചിത്രമായി വരച്ച് അച്ചടിക്കുകയായിരുന്നു. അങ്ങനെ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ 1ാമത്തെ പതിപ്പിലെ 8ാമത്തെ താളിൽ മലയാള ഭാഷയെ ലോകം ആദ്യമായി കണ്ടു. ലത്തീൻ ഭാഷയിലുള്ള പുസ്തകത്തിൽ മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട പ്രസ്താവനയും സസ്യങ്ങളുടെ ചിത്രങ്ങൾക്ക് താഴെ മലയാള ലിപിയിൽ എഴുതിയ പേരുകളും കാണാം. അങ്ങനെ മലയാള ലിപിയെയും ഇ.ടി. അച്യുതൻ കടൽ കടത്തിവിട്ടു. ഹോർത്തൂസ് പ്രസിദ്ധീകരിച്ച് 3 നൂറ്റാണ്ടുകാലം അതിനെ ലാറ്റിനിൽ നിന്ന് പരിഭാഷപ്പെടുത്താനോ സാധാരണക്കാരുടെ കൈകളിലെത്തിക്കാനോ ആർക്കും സാധിച്ചില്ല. എന്നാൽ ലോകപ്രസിദ്ധ സസ്യശാസ്ത്രജ്ഞനായ കാൾ ലിനേയസിനെ ഈ പുസ്തകം അന്ന് തന്നെ വളരെയധികം സ്വാധീനിച്ചു. ഈ ലോകം മുഴുവൻ അറിയപ്പെടാനുള്ള ഒരു കാരണം ഈ കാൾ ലിനേയസ് എന്ന് പറഞ്ഞ ആ ഒരു ബോട്ടണിസ്റ്റ് ഈ ബുക്ക് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കായ സ്പീഷീസ് പ്ലാന്റാറം എന്നുള്ള ബുക്ക് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് ഗ്രന്ഥവും ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ആ ബുക്കാണ്. അങ്ങനെയാണ് ലോകം മുഴുവൻ അറിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് ഇ.ടി. അച്യുതനുള്ള ആദരസൂചകമായിട്ട് ഒരു സസ്യകുലത്തിന് ജീനസിന് അച്യുതേമിയ എന്നുള്ള പേര് കൊടുക്കുന്നുണ്ട്. അത് അതിൽ വരുന്ന മിക്കവാറും എല്ലാ പ്ലാന്റ്സുകളും ഔഷധ സസ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ അച്യുതേമിയ എന്നായിരിക്കും, 2ാമത്തെ പേരായിരിക്കും ആ സ്പീഷീസിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഒരു ഓണർ അവർ യൂറോപ്യൻസ് ഇദ്ദേഹത്തോട് ചെയ്തിരുന്നു. പിന്നീട് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന മഹത് ഗ്രന്ഥത്തെ സമഗ്രമായി മനസ്സിലാക്കാനും സാധാരണക്കാർക്കെത്തിക്കാനും കേരളത്തിൽ തന്നെ പരിചയപ്പെടുത്താനും അക്ഷീണം പ്രയത്നിച്ചത് സസ്യശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ K.S. മണിലാലാണ്. കോഴിക്കോട് സർവകലാശാലയിലെ ബൊട്ടാണിക്കൽ പ്രൊഫസർ ഡോക്ടർ മണിലാൽ സാറ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള ഇതുണ്ടാക്കിയത്, മലയാളത്തിലാക്കിയത്. അത് കൊണ്ടുവന്ന് 12 വോളിയം ഉണ്ടായിരുന്നു. അത് ഇത്ര വോളിയത്തിന് ഇത്ര രൂപ എന്നും പറഞ്ഞാണ് കൊടുത്തത്. കേരള സർവകലാശാലയ്ക്ക് സമർപ്പിക്കുകയും അവരതെടുത്ത് നമുക്ക് വായിക്കത്തക്ക രീതിയിലാക്കുകയും ചെയ്തു. ഓരോ വോളിയത്തിലും ഇവിടെയുള്ള പച്ചമരുന്നിനെ പറ്റി അതിൻ്റെ മറ്റേ സംവിധാനത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ എല്ലാ വിവരങ്ങളും അതിനകത്തുനിന്ന് കിട്ടും. കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വകുപ്പ് മുൻ മേധാവിയായിരുന്ന ഡോക്ടർ K.S. മണിലാൽ പതിറ്റാണ്ടുകൾ ആത്മസമർപ്പണം നടത്തിയാണ് ലാറ്റിൻ പഠിച്ച് ഹോർത്തൂസ് മലബാറിക്കൂസ് പുനർജനിപ്പിച്ചത്. ഡോക്ടർ K.S. മണിലാൽ എന്ന് പറയുന്ന പത്മശ്രീ കിട്ടിയ ആളാണ്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള 2 റീഡിസ്കവറി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഭൂരിഭാഗവും ഈ പുസ്തകം പഠിക്കാനും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അന്നത്തെ ലാറ്റിൻ ഭാഷയ്ക്കും പ്രത്യേകത ഉണ്ടായിരുന്നു.
ലാറ്റിൻ ഭാഷ പുള്ളി പലരോടും ചോദിച്ചിട്ട് പുള്ളിക്ക് അത് കൃത്യമായിട്ടുള്ളൊരു തൃപ്തി വന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് പുള്ളി ലാറ്റിൻ ഭാഷ പഠിച്ചു. അതും അന്നത്തെ ലാറ്റിൻ ഭാഷ പഠിച്ചു. ആ ഭാഷയിലുള്ള ആ ഗ്രന്ഥം തിരിച്ച് ഇംഗ്ലീഷിലേക്കും അത് പിന്നെ തിരിച്ച് മലയാളത്തിലേക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഈ ബുക്ക് തുടങ്ങിയത് അതിലേക്ക് പുള്ളി തിരിച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മലയാളം ടു പോർച്ചുഗീസ് ടു ഡച്ച് ടു ലാറ്റിൻ ടു ഇംഗ്ലീഷ് ടു മലയാളം, അങ്ങനെ ഒരു സൈക്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റും. ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള സസ്യ ഇനങ്ങളിൽ മുഴുവനും വീണ്ടും കണ്ടെത്തുകയും സസ്യശാസ്ത്രപ്രകാരം വിവരിക്കുകയും ചെയ്തു ഡോക്ടർ KS മണിലാൽ. എന്നാൽ മലയാളികൾ ഇട്ടി അച്യുതനെ മറന്നു. ഇട്ടി അച്യുതൻ ജനിച്ചെന്ന് കരുതപ്പെടുന്ന 400 വർഷം പഴക്കമുള്ള കടക്കരപ്പള്ളി കുടകുത്താമ്പറമ്പ് വീട് 8 വർഷം മുമ്പ് മഴയത്ത് തകർന്നു വീണു. അത് കണ്ടപ്പോൾ കുറ്റബോധം തോന്നിയെന്നും ഇപ്പം ശരിയാക്കി തരാമെന്നും അന്നത്തെ മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ ഉറപ്പ് നൽകി. ഒന്നും സംഭവിച്ചില്ല. വളരെയധികം പോരായ്മകളുണ്ട്. ആദ്യകാലത്ത് ആരും ഇത് ശ്രദ്ധിക്കില്ലായിരുന്നു ഇങ്ങേരെ പറ്റി. അങ്ങേര് താമസിച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊല്ലാട്. അവഗണന വന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഇതിൻ്റെ അവഗണന വന്ന് അന്ന് സർക്കാരിൻ്റെ ആളായിട്ട് നമ്മുടെ ഇയാളായിരുന്നു, നമ്മുടെ മുൻ മന്ത്രി ഉണ്ടല്ലോ, ഒരു ഐസക് മന്ത്രി ഉണ്ടല്ലോ, അങ്ങേര് വന്നിട്ട് ഇതിൻ്റെ സർവ്വ ഡീറ്റെയിലും എടുത്തിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അന്ന് പറയണ കേട്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും കണ്ടുമില്ല. അന്ന് അങ്ങേരെ ഉണ്ടാക്കിയതായിരുന്നു ഹോർത്തോസ് മലബാറിക്കസ് മ്യൂസിയം എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ മറ്റ് പിന്മറക്കാരായ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഇട്ടി അച്യുതൻ്റെ കുടുംബമായിരുന്ന കൊല്ലാട്ട് കുടുംബത്തിൻ്റെ വസ്തുവകകൾ പലതും നഷ്ടപ്പെട്ടു. ഇട്ടി അച്യുതൻ്റെ സ്മാരകമായി കുടുംബാംഗങ്ങൾ പരിപാലിക്കുന്ന ഒരു ചെറിയ കുര്യാലയും അതോട് ചേർന്ന് ഇട്ടി അച്യുതൻ കാത്തുസൂക്ഷിച്ച ഔഷധത്തോട്ടത്തിൻ്റെ കുറച്ച് ഭാഗവും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നാരായ ഉൾപ്പെടെയുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് പെര മറിഞ്ഞു വീണിട്ടും ആരും സഹായിക്കാനില്ലായിരുന്നു. ആ അവസരത്തിൽ എനിക്ക് തോന്നി ഇത് കൊടുക്കുന്ന എവിടെയെങ്കിലും നല്ല കൈകളിൽ ഏൽപ്പിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോർമ്മശ്ശേരി സ്കൂളിലെ പ്രധാന അധ്യാപകൻ വന്നിട്ട് പറഞ്ഞ് ഇത് എൻ്റെ തരികയാണ്, ഞാൻ അവിടെ പ്രത്യേകം സജ്ജീകരിക്കാമെന്ന്. അങ്ങനെ കോർമ്മശ്ശേരി സ്കൂളിലെ അധ്യാപകൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പട്ടുണ്ടായിരുന്നു, വളയുണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും വള ധരിക്കാൻ പാടില്ലല്ലോ എല്ലാ ആൾക്കാർക്കും. ഇട്ടി അച്യുതൻ്റെ സ്മരണാർത്ഥം അദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ കേരളത്തിൻ്റെ പൂന്തോട്ടം എന്ന അർത്ഥത്തിൽ അസോസിയേഷൻ്റെ പേര് കേരളാരാമം എന്നാക്കി. നമ്മളതിന് കേരളാരാമം എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. കേരളാരാമം എന്നുള്ള പേര് വന്നത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ പ്രശസ്തനായ ഭിഷഗ്വരൻ നമ്മുടെ ഇട്ടി അച്യുതൻ വൈദ്യൻ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് കേരളാരാമം എന്നുള്ള പേര് നമ്മൾ കൊടുത്തത്. ഇട്ടി അച്യുതൻ വൈദ്യർ നമ്മളുടെ ഈ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ്, അതായത് ഒരു 100 മീറ്റർ മാത്രമാണ് അകലെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന ഒരു കുരിയാല ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഡച്ചുകാർ ലോകത്തിന് തന്നെ നൽകിയ മഹത്തായ സംഭാവനയായി കണക്കാക്കപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയുടെ പെരുമ ഇന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. നമുക്കൊരു പോരായ്മ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇപ്പോൾ കൊച്ചി കോട്ടയിൽ പോയിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥ നിർമ്മിതിയിൽ പങ്കെടുത്തത്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് പുള്ളിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയില്ല. ഈ ബുക്ക് ചില ആൾക്കാരൊക്കെ പല സംശയങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതും. അങ്ങനെ പല റൂമറുകളൊക്കെ കേൾക്കും. നമുക്കെന്തായാലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്കിപ്പോഴും അജ്ഞാതമാണ്. അറിവുകളോ മറ്റു കാര്യങ്ങളോ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ല. ഹോർത്തൂസ് മലബാറിക്കസ് ഗാർഡനുണ്ട് ചാലി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിൽ പാലസിൽ ഇദ്ദേഹവും വാൻഡ്രിയും തമ്മിൽ സംസാരിക്കുന്ന ഫോട്ടോസുണ്ട്. മലയാള ഭാഷയെയും ഇവിടുത്തെ ആയുർവേദ പാരമ്പര്യത്തെയും അപൂർവ സസ്യജാലങ്ങളെയും ലോകശ്രദ്ധയിലെത്തിച്ച ഇട്ടി അച്യുതൻ്റെ ആത്മാവ് നമ്മളോട് ക്ഷമിക്കട്ടെ.
അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കാഴ്ചകളും പുതുമയാർന്ന വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.